നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സ്നേഹബന്ധത്തിലും നമ്മൾ വീണു പോകാറുണ്ട്. ആ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഒരു ഉത്തമ ക്രൈസ്തവനായി അല്ലെങ്കിൽ വചനത്തെ പിന്തുടരുന്ന ഒരു വ്യക്തിയായി ജീവിക്കുമ്പോൾ ചില മര്യാദകൾ, ചില മൂല്യങ്ങൾ നാം സമൂഹത്തിന് സന്ദേശങ്ങളായി കൈമാറേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച, നിന്നെപ്പോലെ നിന്റെ ചുറ്റിലുമുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, എന്നെക്കാൾ അധികമായി ലോകത്തെ സ്നേഹിച്ച ഈശോയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ പിതാവ് ഈശോയെ അനന്തമായി സ്നേഹിക്കുന്നത് പോലെ ഈശോ നമ്മയും സ്നേഹിക്കുന്നു. അതേ സ്നേഹത്തിൽ നമ്മളും സ്നേഹത്തിൽ ജീവിക്കുവാൻ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തെറ്റായ സ്നേഹബന്ധങ്ങളിലല്ല, തെറ്റായ സ്നേഹത്തിൻ്റെ മൂല്യങ്ങളിലല്ല, തെറ്റായ സമൂഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലൂടെയല്ല, പിന്നെയോ വചനമാകുന്ന, വചന സന്ദേശമാകുന്ന, വചന സമീക്ഷകളാകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് സ്നേഹത്തെ പകർത്തിയിറക്കുവാൻ, സ്നേഹത്തിൻ്റെ വേര് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിലൂടെ നല്ല സ്നേഹിതരെ നേടുവാൻ, നല്ല സ്നേഹിതരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളതാകട്ടെ നമ്മുടെ ഇനിയുള്ള ജീവിതം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ കുറവുകളും ചെറുതല്ല. എല്ലാ കുറവുകൾക്കും വേദനയുടെയും നൊമ്പരങ്ങളുടെയും കഥകൾ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ കുറവുകൾ വലിയ നിറവുകളായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു കഥയിലേക്ക് നമുക്ക് കടക്കാം. ഒരു ഗ്രാമത്തിൽ വൃദ്ധനായ ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങളാകട്ടെ അത്രമേൽ മികച്ചതും അത്രമേൽ മനോഹരവുമായിരുന്നു. ജീവൻ തുടിക്കുന്നത് പോലെയുള്ള ചിത്രങ്ങൾ തേടി ഗ്രാമത്തിന് പുറത്തു നിന്നും ആളുകൾ എത്തുമെങ്കിലും അദ്ദേഹത്തിന് തുച്ഛമായ വരുമാനം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാലാകട്ടെ തൻ്റെ ഗ്രാമത്തിലുള്ള പാവങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ചിലപ്പോഴൊക്കെയും അദ്ദേഹം കാശൊന്നും വാങ്ങാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ അവർക്ക് വേണ്ടി ചിത്രങ്ങൾ വരച്ചു നൽകുമായിരുന്നു. അങ്ങനെ തൻ്റെ കുറവുകളെ, തൻ്റെ പണമില്ലായ്മയെ, തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ജീവിതത്തിൻ്റെ നിറവുകളാക്കി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയിരുന്ന ഒരു സാധുവായ വൃദ്ധൻ. ഒരിക്കൽ അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഗ്രാമത്തിന് പുറത്തു നിന്നും എത്തുകയാണ്. ഒരുപക്ഷെ ആ സുഹൃത്തിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി തീർന്നേക്കാം. കാരണം അത്രയും വലിയൊരു പദ്ധതിയുമായി, അത്രയും വലിയൊരു സാഹചര്യവുമായി, ജീവിതത്തിൻ്റെ വലിയൊരു നന്മയിലേക്കുള്ള ഒരു പ്രവേശന വാതിൽ എന്നോണം അദ്ദേഹത്തിന് മുന്നിൽ ദൈവദൂതനെ പോലെ ഒരു സുഹൃത്ത് കടന്നു വരുന്നു. ഈ സുഹൃത്തിൻ്റെ വരവ് എന്തിനായിരിക്കാം, എന്തായിരിക്കാം അദ്ദേഹത്തിന് പിന്നീട് സംഭവിക്കുക എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് വചന സമീക്ഷയുടെ ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സോണി എന്നാണ്. ഞാൻ വിളിക്കുന്നത്. ഓക്കെ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, അമ്മ, പപ്പാട് പെങ്ങള്. ഓക്കെ ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, നല്ല സുഖമില്ലാതെ പോകുന്നു. ഓക്കെ ഓക്കെ, പ്രാർത്ഥനയിൽ ഞങ്ങളും ഓർക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ചേട്ടാ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ, അപ്പൊ ചേട്ടന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിന്റെ ന്യായാധിപന്മാരെ ആദിയിൽ എന്ന പോലെയും നിന്റെ ഉപദേഷ്ടാക്കളെ ആരംഭത്തിൽ എന്ന പോലെയും എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, പറഞ്ഞോളൂ. ഒരിക്കൽ കൂടി പറയാവോ? എന്ന പോലെയും എന്ത് ചെയ്യും? അതായത് നിന്റെ ന്യായാധിപന്മാരെ ആദിയിൽ എന്ന പോലെയും നിന്റെ ഉപദേഷ്ടാക്കളെ ആരംഭത്തിൽ എന്ന പോലെയും എന്തു ചെയ്യും? ഒരു പ്രത്യേക വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ആരംഭത്തിൽ എന്ന പോലെ ഇത് ചെയ്യും എന്നുള്ളത്. ഏതാണ് ആ വാക്ക്? അറിയത്തില്ല.
അറിയത്തില്ല. ഓക്കെ, സാരില്ല, നമുക്ക് ഇനി 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ. അതിന്റെ ശരി ഉത്തരം ഇതാണ്, പുനഃസ്ഥാപിക്കും. ആ, ആരംഭത്തിൽ പുനഃസ്ഥാപിക്കും അല്ലേ? ഉപദേഷ്ടാക്കളെ ആരംഭത്തിൽ എന്ന പോലെയും പുനഃസ്ഥാപിക്കും എന്നുള്ള വചനം പറയുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അത് സിമ്പിൾ ആയിരിക്കും. ആ, ചോദിക്കാം. ഓക്കെ, അപ്പം സോണിച്ചേന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നീതിയുടെ പട്ടണമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടുന്നത് ഏതിനെയാണ്? നീതിയുടെ പട്ടണവും വിശ്വസ്ത നഗരവും എന്ന് വിളിക്കപ്പെടുന്നത് ഏത് നഗരത്തെ അല്ലെങ്കിൽ ഏതിനെയാണ്? ഇസ്രായേലിനെയാണോ? ചേട്ടാ, അതൊന്നും കൂടെ ഓർത്ത് പറയൂ. അതിന് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ നമ്മൾ എപ്പോഴും ബൈബിളിൽ കേൾക്കുന്ന ഒരു വിശുദ്ധ നഗരം കൂടിയാണ്. ജെറുസലേം. അത്രേ ഉള്ളൂ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ശരി ഉത്തരം യെരൂശലേം. ശരി. ഓക്കെ, ഇപ്പൊ സന്തോഷമായില്ലേ ഒരു ക്വസ്റ്റ്യൻ ശരിയായപ്പോ? ആ, സന്തോഷമായി. നമ്മുടെ ബന്ധുക്കളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ പ്രോഗ്രാം കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങോട്ട് വിളിച്ചെന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ സന്തോഷമായില്ലേ അത് കേൾക്കുമ്പോ? ആ, ഹാപ്പിയായി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ബന്ധുക്കളുടെ 4 ഇരട്ടിയായിട്ട് എല്ലാരും തിരിച്ചറിയണം, അല്ലെങ്കിൽ എല്ലാരും പറയുന്ന ഒരു തലത്തിലോട്ട് മാറണം. ഓക്കെ, അപ്പം എന്തായാലും വചനം പങ്കുവയ്ക്കാനാണല്ലോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ആ വചനത്തെ തന്നെ ലോകത്തിന് മുന്നിൽ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇതുപോലുള്ള കോളുകൾ, ചേട്ടനെ പോലുള്ള. അപ്പൊ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിലേക്കൊക്കെ ഈ ഒരു വാർത്ത എത്തട്ടെ. ഇങ്ങനെ വിളിച്ച് അല്ലെങ്കിൽ വചനം പറയുന്ന ആളാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, വചന സമീക്ഷയിൽ വിളിക്കുന്നു, ഒരു TV പ്രോഗ്രാമിൽ വിളിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ്, ഒരു ഐഡന്റിറ്റി ഒക്കെ കിട്ടട്ടെ കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്, ന്യായത്താലും നീതിയാലും വീണ്ടെടുക്കപ്പെടുന്നവർ ആരാണ്? ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ന്യായത്താലും നീതിയാലും വീണ്ടെടുക്കപ്പെടുന്നവർ ആരാണ്? സിയോൻ ന്യായത്താലും അതിലെ മനം തിരിയുന്നവർ നീതിയാലും. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്, എന്നാൽ ഒരുപോലെ നാശം സംഭവിക്കുന്നത് ആർക്കാണ്? അതിക്രമികൾക്കും പാപികൾക്കും. അതിന് സംശയമൊന്നുമില്ല. ആ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു തോന്നുന്നു, അല്ലേ? അറിയായിരുന്നു. അത് പെട്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അതിക്രമകൾക്കും പാപികൾക്കും. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങളും ഇന്നത്തെ 4 ചോദ്യങ്ങളും ചേട്ടനോടുള്ളത് കഴിഞ്ഞു. നമ്മുടെ ചേട്ടൻ ബൈബിളൊക്കെ വായിക്കുന്ന ആളല്ലേ? ബൈബിൾ വായിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം പറയാമോ? ജീവിതത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു വചനം. ഏറ്റവും ഇഷ്ടമുള്ളത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശം ഇതാണ് അവന്റെ കൈകളെ കൃത്യമാക്കുന്നു, പകൽ പകലിന് വാക്ക് കുടിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. ഓക്കെ, ഒരു വചനം ചോദിച്ചപ്പോ ഒത്തിരി വാക്യങ്ങളുള്ള വചനം നൽകി, വചനം തന്നു. അപ്പം തീർച്ചയായിട്ടും അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേട്ടനെ കണ്ട് ഒരുപാട് പേര് ഇതേപോലെ വിളിക്കട്ടെ. വചന സമീക്ഷയിൽ ഈ ഒരു കുടുംബത്തിലേക്ക് അംഗങ്ങളായിട്ട് പുതിയ ആൾക്കാരൊക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, അപ്പൊ താങ്ക് യു ചേട്ടാ. താങ്ക് യു. അപ്പോൾ വചന സമീക്ഷയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സോണി ചേട്ടനാണ്. ചേട്ടനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും ഒക്കെ ആവശ്യങ്ങളെയും ആ കുടുംബത്തിനെ സമർപ്പിച്ച് മുഴുവനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ കഥയിൽ അങ്ങനെ ആ ഒരു വൃദ്ധന്റെ സുഹൃത്ത് അയാളുടെ വീട്ടിലേക്ക് വരുന്നു. അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, റോമാ നഗരത്തിൽ അല്ലെങ്കിൽ ആ വലിയ പട്ടണത്തിന്റെ രാജാവിന് ഒരു ചിത്രകാരനെ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു ചിത്രം വരയ്ക്കണം. പക്ഷെ അതിന് ചില പ്രത്യേകതകളുണ്ട്. ജീവൻ തുടിക്കുന്ന ചിത്രമായിരിക്കണം അദ്ദേഹത്തിന് വരച്ചു നൽകേണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇടത് കണ്ണിന് സാരമായി പരിക്കേറ്റ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ വലത് കാൽ അത് മുറിച്ച് മാറ്റപ്പെട്ട അവസ്ഥയിലുമാണ്. അപ്പോൾ ഏറ്റവും ശക്തനായ ഒരു പട്ടണത്തിന്റെ പോരാളിയായ ധീരനായ രാജാവിന് ഇടത്തെ കണ്ണും വലത്തെ കാലും നഷ്ടമായ ഒരു രാജാവിന്റെ ചിത്രം വരയ്ക്കുകയും ഒപ്പം തന്നെ അതിലെന്തെങ്കിലും ഒരു കുറവ് അദ്ദേഹത്തിന് തോന്നിയാൽ
ആ വരയ്ക്കുന്ന ചിത്രകാരന് 10 വർഷത്തെ കഠിന തടവ് അദ്ദേഹം നൽകും. എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ ചിത്രം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അയാൾക്ക് നിറയെ പണവും സമ്മാനങ്ങളും നൽകി ആ രാജകൊട്ടാരത്തിന്റെ തന്നെ ചിത്രകാരനായി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു അറിയിപ്പ്. ഇത് കേട്ട വൃദ്ധൻ യാതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഈ വരയ്ക്കേണ്ട രാജാവിനെ കുറിച്ചുള്ള ചില പരിമിതികൾ, ആ വരകളെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളിലുള്ള പരിമിതികൾ ഉണ്ടെങ്കിലും ആ വൃദ്ധൻ ഇറങ്ങിത്തിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്നും തന്റെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തെ ഭരിക്കുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം രാജകൊട്ടാരത്തിൽ എത്തുന്നുണ്ട്. ആ കൊട്ടാരത്തിൽ വലിയ മന്ത്രിസഭയ്ക്ക് മുന്നിൽ രാജാവിനെ കാണുന്നുണ്ട്. അത്രയും സുന്ദരനല്ലാത്ത, എന്നാൽ അത്യാവശ്യത്തിന് മാത്രം ഒരു സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് പൊക്കം കുറവാണ്, ഇടത്തെ കണ്ണ് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, വലത്തെ കാൽ പൂർണ്ണമായും മുറിച്ചു മാറ്റിയ അവസ്ഥയിലും. എങ്കിലും രാജകീയമായ പ്രൗഢിയോടുകൂടി സിംഹാസനത്തിലിരിക്കുന്ന വൈകല്യങ്ങളുള്ള ആ മനുഷ്യനെ കണ്ടതും ഈ വൃദ്ധന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായി. ഇനി എങ്ങനെയായിരിക്കും, എപ്രകാരമായിരിക്കും ആ രാജാവിന്റെ ചിത്രം ഇദ്ദേഹം വരച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ അദ്ദേഹത്തെ, ആ രാജാവിനെ സന്തോഷിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന്റെ ചിത്രത്തിനായി കാണുമോ? ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? അലീന വിൻസെന്റ്. അലീന എവിടെ നിന്ന് വിളിക്കുന്നു? പത്തനംതിട്ട. അലീന പഠിക്കുവാണോ? അതെ അതെ. ഓക്കെ, എത്രാം ക്ലാസ്സിലാ? പ്ലസ് 2 ഓക്കെ, ഇപ്പൊ പ്ലസ് 2 അതെ. ഓക്കെ, സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ വെക്കേഷൻ അല്ലേ? അതെ. ഓക്കെ 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 അപ്പൊ നമുക്ക് വചന സമീക്ഷയിലേക്ക് വിളിച്ചതിന് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അറിയാലോ 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അലീന കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനം തിരിയുന്നവരെയും യഹോവയെ ഉപേക്ഷിക്കുന്നവരെയും യഹോവ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. മനം തിരിയുന്നവരെ നീതിയാൽ വീണ്ടെടുക്കും, യഹോവയെ ഉപേക്ഷിക്കുന്നവരെ നിർമൂലമാക്കും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: മനം തിരിയുന്നവരെ നീതിയാൽ വീണ്ടെടുക്കും, യഹോവയെ ഉപേക്ഷിക്കുന്നവരെ നിർമൂലമാക്കും. സന്തോഷമായില്ലേ? അതേ സന്തോഷത്തിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: യെരുശലേം നിവാസികൾ എങ്ങനെയുള്ളവരായി തീരും എന്നാണ് യഹോവ പ്രവചിച്ചിരിക്കുന്നത്? ഇല കൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും. സംശയമൊന്നുമില്ല? ഇല്ല. ഉറപ്പിച്ചു? ലോക്ക് ചെയ്തു? ഉറപ്പിച്ചു. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: ഇല കൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ആകും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം ഇതാണ്: ബലവാൻ എന്തുപോലെ ആയിത്തീരും, അവന്റെ പ്രവൃത്തി എങ്ങനെയുള്ളതുമാകും? പണനാര് പോലെയും തീപ്പൊരി പോലെയും. തീപ്പൊരി പോലെ ആണ് ഞങ്ങൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നത്. അപ്പോൾ നന്നായിട്ട് ബൈബിളൊക്കെ വായിക്കുന്ന ആളല്ലേ? ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ചണനാരു പോലെയും തീപ്പൊരി പോലെയും. ഓക്കെ, അപ്പൊ അതേ എന്താ പറയാ ചൂടിൽ തന്നെ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കൂടി പോയാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ആമോസിന്റെ മകനായ യെശയ്യാവ് ആരെ സംബന്ധിച്ച് ദർശിച്ച വചനങ്ങളാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ളത്? ഇതിപ്പോ നമുക്ക് തന്നെ സംശയമാണ്, കാരണം ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് തന്നിരിക്കുന്നത്. ഇതും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: യഹൂദയെയും യെരുസലേമിനെയും. ഇപ്പോ സന്തോഷമായില്ലേ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ പറ്റിയപ്പോ? ഒരുപാട് സന്തോഷമായി. ഓക്കെ, അപ്പൊ വചനം ഇതുപോലെ പറയുന്നത് പോലെ പഠിക്കാനും കൂടി ഒരു ഉത്സാഹം, പഠിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ, അപ്പൊ ഇനി പ്ലസ് 2ന്റെ ഈ പരീക്ഷയൊക്കെ എഴുതി അടുത്ത വർഷം റിസൾട്ട് ഒക്കെ കേൾക്കാൻ ഞങ്ങളും കൊതിച്ചിരിക്കും അലീനയുടെ.
ഓക്കെ ഓക്കേടാ, ഓക്കെ മോളെ, എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ. ഓക്കെ. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള അലീനയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ അലീനയുടെ പഠന മേഖലയും വിദ്യാഭ്യാസ മേഖലയും മറ്റിതര മേഖലകളെയും ഒക്കെ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിൽ ആ വൃദ്ധൻ രാജാവിന്റെ മുന്നിലെത്തി ചിത്രം വരയ്ക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. അങ്ങനെ രാജാവ് അദ്ദേഹത്തെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഒരു പക്ഷേ എനിക്ക് ചിത്രം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 10 വർഷത്തെ കഠിന തടവിന് ഞാൻ നിങ്ങളെ വിധേയനാക്കും എന്നുള്ള താക്കീത് നൽകി ചിത്രം വരയ്ക്കുവാൻ അയക്കുകയാണ്. രാജാവിന്റെ മുഖവും ശരീരവും തൻ്റെ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്നതിന് ശേഷം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചിത്രം പ്രദർശിപ്പിക്കുന്ന ദിനം എത്തുകയാണ്. ആ ദിനം എത്തിയപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി, വളരെ പ്രസന്നതയോടുകൂടി, സന്തോഷവാനായി ആ വൃദ്ധൻ ചിത്രകാരൻ മടങ്ങി കൊട്ടാരത്തിലേക്ക് എത്തുന്നു. താൻ വരച്ച മൂടിയിട്ടിരിക്കുന്ന ആ ചിത്രം രാജാവിന് മുൻപിലും ആ സദസ്സിന് മുൻപിലും കാണിക്കുവാൻ ഏറ്റവും സന്തോഷത്തോടെ അയാൾ പരിശ്രമിക്കുകയാണ്. എന്നാൽ ആ ചിത്രത്തിന്റെ മൂടി തുറന്ന നിമിഷം രാജാവ് സ്തബ്ധനായി നിന്നു പോകുന്നു. മന്ത്രി, സഭയിലുള്ളവരും അത് കണ്ടുനിന്ന കാണികളുമാകട്ടെ നിറഞ്ഞ കയ്യടികളോടുകൂടി ആ ചിത്രത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം ആ ചിത്രത്തിന് പല സവിശേഷതകളും ഉണ്ടായിരുന്നു. ഒരിക്കലും ആരും സ്വപ്നത്തിൽ പോലും കാണത്തക്ക വിധത്തിലുള്ള ഒരു ചിത്രമായിരുന്നു അദ്ദേഹം തൻ്റെ വരയിലൂടെ അവിടെ കൂട്ടിച്ചേർത്തത്. എന്തായിരിക്കാം ആ ചിത്രത്തിന്റെ സാരാംശം എന്നുള്ള വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി വചന സമീക്ഷയുടെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുനി. സുനി. ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? ട്രിവാൻഡ്രത്ത്. ഓക്കെ. ചേച്ചി വർക്ക് ചെയ്യുവാണോ? എന്ത് ചെയ്യുവാ? നഴ്സറിയില് വർക്ക് ചെയ്യുന്നുണ്ട്. നഴ്സറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒരുപാട് കുഞ്ഞുമക്കളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ. ഭയങ്കര സന്തോഷമല്ലേ അവരോടൊക്കെ സമയം ചെലവഴിക്കുമ്പോ? ഓക്കെ. അപ്പൊ ചേച്ചി വീട്ടിലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അതെ അതെ. ഓക്കെ. അപ്പൊ ചേച്ചി നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചേച്ചിയോടുള്ള ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഓക്കെ. ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവജനത്തോട് എന്ത് ജാഗ്രത എടുക്കണമെന്നാണ് യേശയ്യാവ് പ്രവചിച്ചത്? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഒഴിഞ്ഞു പോകണമെന്ന്. ഓക്കെ ചേച്ചി, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവാൻ. ക്വസ്റ്റ്യൻ കേട്ടപ്പോ ഒരു സംശയം ഒന്നും തോന്നിയില്ല? ഇല്ല, പെട്ടെന്ന് തന്നെ ദൈവകൃപയാല് പറയാൻ പറ്റി അല്ലേ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ന്യായം വിധിക്കുമ്പോൾ യെരൂശലേമിൽ നിന്നും യഹൂദായിൽ നിന്നും നീക്കിക്കളയുന്നത് ജീവസന്ധാരണത്തിനുള്ള സംഭരണങ്ങളായ എന്തെല്ലാമാണ്? അപ്പത്തെയും വെള്ളത്തെയും. അത് സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് സംശയമില്ല. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അപ്പവും വെള്ളവും. അപ്പൊ ഇതേ ഫ്ലോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസും കൂടി കേൾക്കാം അല്ലേ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യെരൂശലേം നശിക്കുകയും യഹൂദ വീണു പോവുകയും ചെയ്യും, എന്തുകൊണ്ട്? യഹോവയുടെ ആളുകളെ പ്രകോപിപ്പിക്കാൻ തക്കവണ്ണം അവരുടെ നാവും പ്രവർത്തികളും അവനെതിരായതുകൊണ്ട്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: യഹോവയുടെ തേജസ്സുള്ള കണ്ണുകളെ പ്രകോപിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവനെതിരായതിനാൽ. അപ്പൊ നാലാമത്തെ ചോദ്യം കൂടി ചോദിക്കട്ടെ? അതെ. ഓക്കെ. സോദോം പോലെ തങ്ങളുടെ പാപം പരസ്യമാക്കുന്നത് ആരാണ്? യെരൂശലേമും യഹൂദയും. നിസ്സാരം. എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്ന എല്ലാ ചോദ്യം നിസ്സാരം എന്നാണ് ഉത്തരം പറയുന്നത്. അപ്പം ഉത്തരം എന്തായാലും തെറ്റാൻ വഴിയില്ലല്ലോ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ചേച്ചി അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: യെരൂശലേമും യഹൂദയും. ഇപ്പൊ വളരെ സന്തോഷം തോന്നുന്നില്ലേ 4 ശരി ഉത്തരം പറഞ്ഞപ്പോ? അതും സംശയമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇതുപോലെ വചനം പഠിക്കുക, വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ വിളിക്കുക കേട്ടോ. ഓക്കെ ചേച്ചി, എല്ലാ പ്രാർത്ഥനാശംസകളും. താങ്ക് യു. സുനി ചേച്ചി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ചേച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം.
ജോലി ചെയ്യുന്ന മേഖലയൊക്കെ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ കഥ നമ്മൾ അവസാനത്തിലേക്ക് എത്തിച്ചേരുന്ന നിമിഷമാണ്. ആ വൃദ്ധൻ വരച്ച ചിത്രം, ജീവൻ തുടിക്കുന്ന ആ ചിത്രത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയായിരുന്നു. ഇടത് കണ്ണ് നഷ്ടപ്പെട്ട രാജാവിന്റെ കണ്ണ് വലതുഭാഗത്തേക്ക് അദ്ദേഹം ചരിഞ്ഞിരിക്കുന്നതിനാൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നഷ്ടപ്പെട്ട വലത് കാലിന്റെ ഭാഗത്തോ ഒരു യോദ്ധാവിനെ പോലെ ഒരു പുലിയെ കൊന്ന് കയ്യിൽ തൂക്കി ആ കാലിനെ മറച്ചിരിക്കുന്ന ഒരു ചിത്രം. അതായത് അദ്ദേഹത്തിന്റെ കുറവുകളെ മറച്ചുകൊണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഗാംഭീര്യത്തെ, അദ്ദേഹത്തിലെ യോദ്ധാവിനെ, അദ്ദേഹത്തിന്റെ ധീരതയെ എടുത്തു കാട്ടിയിട്ടുള്ള ചിത്രം. ഈ ചിത്രം കണ്ട രാജാവ് ഏറെ സന്തോഷവാനായി. കാരണം അത് അദ്ദേഹത്തിനുള്ള ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു. തൻ്റെ കുറവുകളെന്ന് താൻ കരുതിയിരുന്നവ യഥാർത്ഥത്തിൽ തൻ്റെ ധീരതയുടെ പ്രതിഫലമായിരുന്നു എന്നുള്ളത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത് കുറവുകളായിരുന്നെങ്കിൽ പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ നേട്ടങ്ങൾക്കിടയിൽ അത് തൻ്റെ ധീരതയുടെ മുഖമായിരുന്നു എന്നുള്ള താൻ അറിയാതെ പോയ സത്യം, മറന്നുപോയ സത്യം കണ്ടുപിടിക്കുവാനുള്ള ഒരു തിരിച്ചറിവ് കൂടിയായി രാജാവിന് ആ ഒരു സന്ദർഭം മാറുകയാണ്. അങ്ങനെ ആ വൃദ്ധനെ ധാരാളം പണം സമ്മാനമായി നൽകി അദ്ദേഹത്തെ കൊട്ടാരത്തിന്റെ തന്നെ ചിത്രകാരനായി പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കുറവുകൾ നമ്മളും നേരിട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ മാനസികമായി, ശാരീരികമായി, മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട്, അങ്ങനെ പല സാഹചര്യങ്ങളിലായി ഇത്തരം കുറവുകൾക്കുള്ള വിമർശനങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ആ കുറവുകളിൽ നിന്നും വലിയ നിറവുകളിലേക്ക്, കാനായിലെ കൽഭരണികളിൽ വെള്ളം നിറച്ച ആ നിറവിലേക്ക് ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം. അതിനായി വിശ്വാസത്തോടെ നമ്മുടെ സുവിശേഷത്തെ പ്രഘോഷിക്കാം. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.